Our next topic is wages and incentives. നമുക്കറിയാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ വർക്കേഴ്സിന് അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും ആ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള പ്രതിഫലം, അതായത് വേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the payments made by the employer for the efforts put in by the worker in production. Wages are the payments made to the labor engaged in directly in production, whereas salaries are the remuneration paid to the persons whose output cannot be measured, such as executives, supervisors, and clerical staff. Another difference is that wages are paid to the workers on hourly or daily or piece-wise basis, whereas salaries are paid on the basis other than hourly and daily basis. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും വേജ് എന്നും അതുപോലെ സാലറി എന്നും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേജസ് എന്ന് പറഞ്ഞാൽ the payments made to the labor engaged in directly in production, whereas salaries are the remuneration paid to the persons whose output cannot be measured. വേജസ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്ത വർക്കർ അല്ലെങ്കിൽ എംപ്ലോയിക്ക് ആ പ്രൊഡക്ഷൻ അനുസരിച്ച്, അതായത് ഒന്നുകിൽ അവർലി അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് പീസ് വൈസ് ബേസിസ് ആ ഒരു രീതിയിൽ കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് വേജസ് എന്ന് പറയുന്നത്. പക്ഷേ സാലറീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർലി അല്ലെങ്കിൽ ഡെയിലി ബേസിസിൽ അല്ലാതെ ജനറലി മന്ത്ലി ബേസിസിൽ, അതായത് ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ കഴിയാത്ത ജോലിയുടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ കഴിയാത്ത തരം ജോലികൾ, ഉദാഹരണത്തിന് എക്സിക്യൂട്ടീവ്സ്, സൂപ്പർവൈസേഴ്സ്, ക്ലറിക്കൽ സ്റ്റാഫുകൾ, ഇവർക്കെല്ലാം മന്ത്ലി ബേസിസിലാണ് പ്രതിഫലം കൊടുക്കുന്നത്. അതിനെയാണ് സാലറി എന്ന് പറയുന്നത്. വേജ് ആൻഡ് സാലറി. അതുപോലെ വേജസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആണ് നോമിനൽ വേജസ്. നോമിനൽ വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the amount of money paid to a worker in cash for the efforts put in by him in an industry and no other advantage to the worker is made. അതായത് മണി വേജ് അല്ലെങ്കിൽ നോമിനൽ വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കർക്ക് കൊടുക്കുന്ന മണി, അതായത് ഇൻ ക്യാഷ് ആയി കൊടുക്കുന്ന മണി, അതിനെയാണ് നോമിനൽ വേജ് എന്ന് പറയുന്നത്. വേറൊരു അഡ്വാൻറ്റേജും, അതായത് ഇൻഷുറൻസ് അല്ലെങ്കിൽ എസെൻഷ്യൽ കോമോഡിറ്റീസ്, ഒരു വർക്കർക്ക് വേണ്ട മറ്റ് പ്രതിഫലങ്ങൾ, ഇതൊന്നും കൂട്ടാതെ തന്നെ വെറും മണി അല്ലെങ്കിൽ ക്യാഷിന്റെ രൂപത്തിൽ കൊടുക്കുന്ന വേജസിനെയാണ് നോമിനൽ വേജസ് എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രിയിൽ നോമിനൽ വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ആയിരിക്കും. അതായത് ഒരിക്കലും നോമിനൽ വേജസ് അല്ല ഒരു ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേജസ്, റിയൽ വേജസ്. ദീസ് ഇൻക്ലൂഡ്സ് additional facilities provided to the worker in addition to the cash payment made to him in return for his effort and work. അതായത് ക്യാഷ് പേയ്മെന്റ് അല്ലാതെ, അതായത് ക്യാഷ് പേയ്മെന്റിനോട് കൂടെ ഒരു വർക്കർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ ഫെസിലിറ്റീസ് അതും കൂടി ചേർത്ത് പറയുന്നതിനെയാണ് റിയൽ വേജസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ യൂണിഫോംസ്, എസെൻഷ്യൽ കോമോഡിറ്റീസ്, ഹൗസിംഗ് വിത്ത് ഫ്രീ വാട്ടർ ആൻഡ് ഇലക്ട്രിക് സപ്ലൈസ്,
ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നതിനെയാണ് റിയൽ വേജസ് എന്ന് പറയുന്നത്. Third type is living wages. When the rates of wages are sufficient to meet some of the social requirements of a family, like education, food, clothes and insurance, they are called living wages. ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു വർക്കറിന് സമൂഹത്തിലെ സോഷ്യൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ കഴിയാൻ തക്കവണ്ണം വേജ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ലിവിങ് വേജസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു വർക്കറിന്റെ ഫാമിലി, ചിൽഡ്രൻ, അവരുടെ എഡ്യൂക്കേഷൻ, ഫുഡ്, ക്ലോത്ത്സ്, ഇൻഷുറൻസ് ഇതെല്ലാം ചേർത്ത് പ്രതിഫലം കൊടുക്കുന്നതിനെയാണ് ലിവിങ് വേജസ് എന്ന് പറയുന്നത്. ഫോർത്ത് ടൈപ്പ് ഈസ് ഫെയർ വേജസ്. It is actually the wage which must be fair for the work of the worker and should provide him with other necessities of life in addition to food for his family. Fair wages എന്ന് പറയുന്നത് the wage which must be fair for the work. ഒരു വർക്കിന് അനുസരിച്ചുള്ള പ്രതിഫലം മറ്റുള്ള നെസസിറ്റീസ്, അതായത് ഫുഡ് അടക്കം മറ്റുള്ള നെസസിറ്റീസിനോട് അഡീഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫെയർ എമൗണ്ടിനെയാണ് ഫെയർ വേജസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് മിനിമം വേജസ്. ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ വിച്ച് എ വർക്കർ ഷുഡ് ബി പെയ്ഡ് സോ ദാറ്റ് ഹി ക്യാൻ സർവൈവ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലി. ഒരു വർക്കർക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലീസ്റ്റ് എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ, അതായത് ഒരു അടിസ്ഥാനമായ വേജ് ഉണ്ടായിരിക്കും, അതിനെയാണ് മിനിമം വേജ് എന്ന് പറയുന്നത്. ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് റെമ്യൂണറേഷൻ വിച്ച് എ വർക്കർ ഷുഡ് ബി പെയ്ഡ് സോ ദാറ്റ് ഹി ക്യാൻ സർവൈവ് ആൻഡ് സപ്പോർട്ട് ഹിസ് ഫാമിലി. ഈ 5 ടൈപ്പ് വേജസ് ആണ് നോർമലി ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന വേജസ്. Nominal wages, real wages, living wages, fair wages and minimum wages. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസെന്റീവ്സ് ആണ്. അതായത് ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലെ വർക്കർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വേജ് അല്ലെങ്കിൽ സാലറി, അതിന് പുറമെ ആ വർക്കിൽ, അതായത് ആ ഒരു വർക്കർ ചെയ്യുന്ന വർക്കിൽ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ പെർഫോമൻസ് ബേസിസിൽ കൊടുക്കുന്ന അഡീഷണൽ റിവാർഡിനെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇൻസെന്റീവ് ഈസ് എ റിവാർഡ് വിച്ച് ഈസ് ഗിവൺ ടു എ വർക്കർ ഫോർ ഹിസ് എഫിഷ്യൻസി ആൻഡ് ഹാർഡ് വർക്ക്. ഇൻസെന്റീവ്സ് മോട്ടിവേറ്റ് ആൻഡ് എൻകറേജ് എ വർക്കർ ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് better. Incentives are in addition to the job hourly rate and are in proportion to the worker's contribution towards production. ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിൽ അവർലി റേറ്റിൽ ചെയ്യുന്ന ജോലിക്ക് കൂടുതലായി ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോൺട്രിബ്യൂഷന് കൊടുക്കുന്ന പ്രതിഫലത്തെയാണ് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇൻസെന്റീവ് എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, സെക്കൻഡ് വൺ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആൻഡ് തേർഡ് വൺ സെമി ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഡയറക്റ്റ് മണി പേയ്മെന്റ് ഫോർ ബെറ്റർ പെർഫോമൻസ് ഓഫ് ദ വർക്കർ. Also, workers may receive additional financial benefits in the form of bonus, premium and profit sharing. Financial incentive എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മണി പേയ്മെന്റ് ആണ്. അതായത് ഒരു വർക്കർ എത്രത്തോളം ചെയ്യുന്ന വർക്കിൽ ബെറ്റർ ആയി പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ച് ക്യാഷ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്ന രീതിക്കാണ് അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റിനെയാണ്
ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം അഡീഷണൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആയ ബോണസ്, പ്രീമിയം അല്ലെങ്കിൽ പ്രോഫിറ്റിൽ ഉണ്ടാവുന്ന ഷെയർ, പ്രോഫിറ്റിന്റെ ഒരു ഷെയർ, ഇതും പ്രൊവൈഡ് ചെയ്യാം. ഇതെല്ലാം ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ്. സെക്കൻഡ് ടൈപ്പ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. ഇറ്റ് ഇൻക്ലൂഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, opportunity for technical training in other technical organization as well as abroad, and security of job. അതായത് മണി പേയ്മെന്റ് അല്ലാതെ ഒരു വർക്കർക്ക് കൊടുക്കാവുന്ന നോൺ ഫിനാൻഷ്യൽ ആയ കാര്യങ്ങളെയാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ മറ്റൊരു ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷനിൽ പോയി ഈ ചെയ്യുന്ന വർക്കിൽ കൂടുതൽ പ്രാവീണ്യം തെളിയിക്കാൻ വേണ്ടി നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അതുപോലെ ജോബ് സെക്യൂരിറ്റി, ഇതെല്ലാം നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ വരും. തേർഡ് വൺ, സെമി ഫിനാൻഷ്യൽ incentives. It is a combination of financial and non-financial incentives. For example, provision of subsidized lunch, recreational and medical facilities to the workers, and subsidized educational facilities for their children. Also, pension and other benefits. അതായത് ഒരു സെമി ഫിനാൻഷ്യൽ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിന്റെ കോമ്പിനേഷനെയാണ് സെമി ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലഞ്ച് ഒരു സബ്സിഡൈസ്ഡ്, അതായത് കുറഞ്ഞ നിരക്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ്, വർക്കേഴ്സിന് മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്, അതുപോലെ കുറഞ്ഞ ചെലവിൽ ഈ വർക്കേഴ്സിന്റെ ഫാമിലി അല്ലെങ്കിൽ ചിൽഡ്രന്റെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഒരുക്കുന്നത്, ഇതെല്ലാം, അതുപോലെ പെൻഷൻ, ബെനിഫിറ്റ്സ്, അതർ ബെനിഫിറ്റ്സ്, ഇതെല്ലാം സെമി ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ വരുന്നത്. 3 ടൈപ്പാണ് ഇൻസെന്റീവ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, സെക്കൻഡ് വൺ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, തേർഡ് വൺ സെമി ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. ഇതിൽ നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സിൽ വരുന്ന മറ്റ് പോയിന്റുകളാണ് പ്രൊമോഷനുള്ള ഓപ്പർച്യൂണിറ്റി, അതുപോലെ ബെറ്റർ ആൻഡ് ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻസ്, ഫെയർ ആൻഡ് സിമ്പത്തറ്റിക് ട്രീറ്റ്മെന്റ്, ഹെൽപ്ഫുൾ ആൻഡ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അതുപോലെ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് റെസ്പെക്ട് ആൻഡ് റെക്കഗ്നിഷൻ. ഈ 3 ടൈപ്പാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് പ്ലാൻസ്. 9 പ്ലാനുകൾ ഉൾപ്പെടുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസെന്റീവ് പ്ലാൻസ്. അതിലെ ഫസ്റ്റ് വൺ സ്ട്രെയിറ്റ് പീസ് റേറ്റ് പ്ലാൻ, സെക്കൻഡ് വൺ സ്ട്രെയിറ്റ് പീസ് റേറ്റ് വിത്ത് guaranteed minimum wage, third one Taylor's differential piece rate system, fourth one Halsey premium plan, fifth one Rowan premium plan, sixth one Gantt task and bonus system, seventh one Ware premium plan, eighth one Beddoes premium plan, and last one Emerson's efficiency plan. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.